ഹായ് സ്റ്റുഡൻസ്, അപ്പൊ നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ടോട്ടൽ പ്രഷർ, അതുപോലെ തന്നെ എന്താണ് സെന്റർ ഓഫ് പ്രഷർ എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ എന്താണ് ടോട്ടൽ പ്രഷർ? ടോട്ടൽ പ്രഷർ ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ്. ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഓൺ എ സർഫസ്, either plane or curve, when the fluid comes in contact with the surface. This force is always normal to the surface. This force is always normal to the surface. ഇപ്പോ ഇതൊരു സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ആണ് എന്ന് ഇമാജിൻ ചെയ്യുക. നമ്മളിപ്പോ ഈ വരച്ചിരിക്കുന്നത് ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ആണ് എന്ന് ഇമാജിൻ ചെയ്യുക. അപ്പൊ ഈ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഞാൻ കൺസിഡർ ചെയ്യുമ്പോൾ ഈ സ്റ്റാറ്റിക് ഫ്ലൂയിഡിലേക്ക് ഞാൻ എന്ത് ചെയ്യുകയാണ്? ഒരു ഓബ്ജക്റ്റിനെ ഇൻസെർട്ട് ചെയ്യുകയാണ്. ഇതാണ് ഞാൻ ഇൻസെർട്ട് ചെയ്ത ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒരു ടാങ്ക് ഉണ്ട്, അതിനകത്ത് ഞാൻ വാട്ടർ ഫിൽ ചെയ്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ ഒരു ഓബ്ജക്റ്റിനെ എന്ത് ചെയ്യാണ്? ഇൻസെർട്ട് ചെയ്യാണ്. ഞാൻ അവിടെ ഓബ്ജക്റ്റിനെ ഞാൻ ഇൻസെർട്ട് ചെയ്യുമ്പോൾ ആ ഓബ്ജക്റ്റിൽ എന്ത് ചെയ്യുന്നു? ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും, അല്ലെ? അല്ലെങ്കിൽ ആ സറൗണ്ടിങ് സ്റ്റാറ്റിക് ഫ്ലൂയിഡ്, ഈ സറൗണ്ടിങ് ഉള്ള സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഒക്കെ എന്ത് ചെയ്യുന്നു? ഇതിൽ ഒരു ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? എക്സെർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെ? അതിനെയാണ് ഞാൻ എന്തെന്ന് പറയുക? ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. ടോട്ടൽ പ്രഷർ എന്ന് വെച്ചാൽ അവിടെ ആക്ട് ചെയ്യുന്ന റിസൾട്ടന്റ് ഫോഴ്സ് ആണ്, അല്ലെ? ദ ടോട്ടൽ പ്രഷർ ഇസ് ഡിഫൈൻഡ് ആസ് ദ force exerted by the static fluid on a surface. ഒരു സർഫസിൽ, അത് കർവ്ഡ് ആവാം അല്ലെങ്കിൽ പ്ലെയിൻ സർഫസ് ആവാം, ഒരു കർവ്ഡ് സർഫസിലോ ഒരു പ്ലെയിൻ സർഫസിലോ ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് will be always normal to the surface. ഈ സർഫസിന് നോർമൽ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക? അത് ആക്ട് ചെയ്യുക. will always normal to the surface. ഇതിനെയാണ് ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. ഇനി ആ ടോട്ടൽ പ്രഷറിന്റെ എക്സ്പ്രഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പൊ ഇനി എങ്ങനെയാണ് ടോട്ടൽ പ്രഷർ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ടോട്ടൽ പ്രഷർ ഓൺ ദ ഫ്രീ സർഫസ് മേ ബി ഡിറ്റർമൈൻഡ് ബൈ ഡിവൈഡിങ് ദ എൻറ്റയർ സർഫസ് ഇൻടു നമ്പർ ഓഫ് സ്മോൾ പാരലൽ സ്ട്രിപ്സ്. ഇപ്പോ ഇതാണ് ഞാൻ കൺസിഡർ ചെയ്ത സർഫസ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണ് ഞാൻ കൺസിഡർ ചെയ്യുന്ന സർഫസ്. ഈ സർഫസിലുള്ളതാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിലേ ഇവിടെ ഞാൻ ഈ ഒരു സർഫസിനെ ഞാൻ ഒരുപാട് പാരലൽ സ്ട്രിപ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. ഈ ചെയ്തേക്കുന്നത് പോലെ ഇതിൽ എന്ത് ചെയ്യുന്നു? പാരലൽ സ്ട്രിപ്സ് ആയിട്ട്, ഇങ്ങനെയുള്ള പാരലൽ സ്ട്രിപ്സ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യും? അതിനെ ആദ്യം ഡിവൈഡ് ചെയ്യും. ഓരോ പാരലൽ സ്ട്രിപ്സ് ആയിട്ട്, അതായത് DH ഡെപ്ത് ഉള്ള അല്ലെങ്കിൽ ഹൈറ്റ് ഉള്ള ഓരോ പാരലൽ സ്ട്രിപ്സ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തതാണ്? അതിനെ ഡിവൈഡ് ചെയ്യണം. The force on the small strip is then calculated. അടുത്ത് ഞാൻ എന്ത് ചെയ്യും? ഈ ചെറിയ സ്ട്രിപ്പ് ആദ്യം ഞാൻ ഈ കൺസിഡർ ഏതെങ്കിലും ഒരു പാരലൽ സ്ട്രിപ്പ് DH ഹൈറ്റിൽ ഞാൻ ഒരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്തു. ആ ഒരു പാരലൽ സ്ട്രിപ്പിനെ മാത്രം ഞാൻ എന്ത് ചെയ്യുന്നു? ആദ്യം കൺസിഡർ ചെയ്യുന്നു. ഈ ഒരു പാരലൽ സ്ട്രിപ്പിനെ മാത്രം ഞാൻ എന്ത് ചെയ്യാണ്? ആദ്യം കൺസിഡർ ചെയ്യാൻ പോവാണ്. ഇതാണ് ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്ന പാരലൽ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പാരലൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്ത് അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ് എന്നുള്ള കാര്യം ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യുക? ഇതിലുള്ള മാത്രം എന്ത് കണ്ടുപിടിക്കുക? ഫോഴ്സ് ഞാൻ കണ്ടുപിടിക്കുക. അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്നുള്ള കാര്യം ഞാൻ കണ്ടുപിടിച്ചു. അതിനുശേഷം അത് DF ആണ് എന്നുണ്ടെങ്കിൽ ആ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അപ്പൊ എലമെന്റ് ഹൈറ്റ് ആയതുകൊണ്ട് അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് DF ആയിരിക്കും. അത് കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്താൽ മതി? അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ പോരെ? ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് മൊത്തം സർഫസിലേക്ക് കിട്ടൂലേ? അതാണ് ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം കൺസിഡർ എ സ്ട്രിപ്പ് ഓഫ് തിക്നെസ് DH. ഈ DH തിക്നെസ് ഉള്ള സ്ട്രിപ്പ് ഞാൻ എന്ത് ചെയ്യാണ്? ആദ്യം കൺസിഡർ ചെയ്യാണ്. ഇവിടെ ഞാൻ ഈ കൺസിഡർ ചെയ്യുന്ന സ്ട്രിപ്പിന്റെ തിക്നെസ് എന്ന് പറയുന്നത് DH ആണ്. വിഡ്ത്ത് B ആണ്. ഇത്രയും ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? B ആണ് എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. വിഡ്ത്ത് എന്ന് പറയുന്നത് B ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ സ്ട്രിപ്പ് എന്ന് പറയുന്നത് ഈ ഫ്രീ സർഫസിൽ നിന്നും ഇതുവരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് H ആണ്. ഓക്കെ, ഫ്രീ സർഫസിൽ നിന്ന് ഈ പോയിന്റ് വരെ, ഫ്രീ സർഫസ് എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഈ പോയിന്റ് വരെയുള്ള അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് H ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രഷർ കണ്ടുപിടിക്കുന്ന എക്സ്പ്രഷൻ ചോദിച്ചാൽ പ്രഷർ P is equal to എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രഷർ P is equal to, അതായത് ഈ സ്ട്രിപ്പിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിക്കേണ്ട എക്സ്പ്രഷൻ നമുക്കറിയാം. എന്താ എക്സ്പ്രഷൻ? റോ GH എന്ന് പറയുന്നതായിരിക്കും അവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത്. റോ GH ആണ് അവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ. അതായത് ഈ സ്ട്രിപ്പിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രഷർ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് P is equal to rho GH. നമ്മൾ ഓൾറെഡി ആ സംഭവം പഠിച്ചിട്ടുണ്ട്, അല്ലെ? P is equal to rho GH എങ്ങനെ വരുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പഠിച്ചു. ഇനി
ഈ ഒരു ചെറിയ എലമെന്റൽ സ്ട്രിപ്പ് ഞാൻ കൺസിഡർ ചെയ്യുമ്പോൾ ഈ എലമെന്റൽ സ്ട്രിപ്പിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? എലമെന്റൽ ഏരിയ ആണ് അല്ലെ? എലമെന്റൽ ഏരിയ എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? DA എന്ന് എനിക്ക് ഡിനോട്ട് ചെയ്തൂടെ? എലമെന്റൽ സ്ട്രിപ്പിന്റെ ഏരിയ എന്ന് പറയുന്നത് DA ആണ്. എലമെന്റൽ സ്ട്രിപ്പിന്റെ ഏരിയ DA is equal എന്തായിരിക്കും? B into DH എന്ന് എനിക്ക് എഴുതിക്കൂടെ? എലമെന്റൽ സ്ട്രിപ്പിന്റെ ഏരിയ DA is equal to B into DH ആണ് എന്നുള്ള കാര്യം എനിക്ക് എഴുതാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫോഴ്സിന്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു? പ്രഷർ ഫോഴ്സിന്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു? F is equal to പ്രഷർ ഇൻറ്റു ഏരിയ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? പ്രഷർ ഫോഴ്സ് കിട്ടും അല്ലെ? അതായത് എനിക്ക് പ്രഷർ ജനറലി ഞാൻ പറയാണ്, പ്രഷർ ഫോഴ്സ് ഞാൻ കണ്ടുപിടിക്കാൻ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ ഫോഴ്സ് എന്റെ അടുത്ത് കണ്ടുപിടിക്കാൻ പറയുകയാണ്. അപ്പൊ അവിടുത്തെ എക്സ്പ്രഷൻ എന്തായിരിക്കും? പ്രഷർ ഇൻറ്റു അവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ ഇൻറ്റു എന്ത് ചെയ്താൽ മതി? ഏരിയ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? പ്രഷർ ഫോഴ്സ് കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഓൺ ദ സ്ട്രിപ്പ്. ഈ സ്ട്രിപ്പിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ ഫോഴ്സ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. അതായത് ഈ സ്ട്രിപ്പിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ ഫോഴ്സ് എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഈ DH തിക്നെസ് ഉള്ള സ്ട്രിപ്പിലുള്ള ടോട്ടൽ ഫോഴ്സ്. അപ്പൊ അങ്ങനെയാണോ എന്നുണ്ടെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കാം? അവിടെ ആക്ട് ചെയ്യുന്ന ആ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? DF ആണ് എന്നുള്ള കാര്യം നമുക്കറിയാലോ. അവിടെ ആക്ട് ചെയ്യുന്ന ആ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? DF ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ആ DF ഫിസിക്കൽ എന്തായിരിക്കും? അവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ ഇൻറ്റു ഏരിയ ആണ് എന്നുള്ള കാര്യവും എനിക്കറിയാം. ഓക്കെ, P ഇൻറ്റു ഏരിയ ആണ്. ഇനി അവിടെ ആക്ട് ചെയ്യുന്ന പ്രഷറിന്റെ എക്സ്പ്രഷൻ എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചല്ലോ. പ്രഷർ ഈസ് ഈക്വൽ എങ്ങനെ കിട്ടി? പ്രഷർ ഈസ് ഈക്വൽ ടു റോ GH ആണ് എന്നുള്ള കാര്യം എനിക്ക് കിട്ടി. പ്രഷർ ഈസ് ഈക്വൽ ടു റോ GH എന്നുള്ള കാര്യം കിട്ടി. ഇൻറ്റു അവിടെയുള്ള ഏരിയ എന്ന് പറയുന്നത് എന്താ? ഈ എലമെന്റൽ സ്ട്രിപ്പിന്റെ ഏരിയ എന്തായിരുന്നു? ഏരിയ ഈസ് ഈക്വൽ ടു B ഇൻറ്റു DH ആണ് ആ എലമെന്റൽ സ്ട്രിപ്പിന്റെ ഏരിയ എന്ന് പറയുന്നത്. B ഇൻറ്റു DH എന്ന് പറയുന്നതാണ് എലമെന്റൽ സ്ട്രിപ്പിന്റെ ഏരിയ. ഇനി ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഓൺ ദ ഓൾ സർഫസ്. ഇനി ആ മൊത്തം സർഫസിലുള്ള ടോട്ടൽ പ്രഷർ ഫോഴ്സ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ പോരെ? ഇന്റഗ്രൽ DF ചെയ്താൽ പോരെ? ഇന്റഗ്രൽ DF is equal to ഇവിടെ ഇന്റഗ്രൽ റോ GH ഇൻറ്റു B ഇൻറ്റു DH എന്ന് കിട്ടും അല്ലെ? അതിൽ റോ G എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണല്ലോ. സോ എനിക്ക് എന്ത് ചെയ്യാം? ആ റോ G യെ എനിക്ക് നേരെ പുറത്തേക്ക് എടുക്കാലോ. റോ G യെ ഞാൻ എന്ത് ചെയ്തു? പുറത്തേക്ക് എടുത്തു. റോ G ഇൻറ്റു ഇന്റഗ്രൽ B ഇൻറ്റു റിമൈനിങ് ആയിട്ടുള്ളത് എടുത്ത് എഴുതിയാൽ പോരെ? B ഉണ്ട്. B ഇൻറ്റു H ഇൻറ്റു DH അല്ലെ റിമൈനിങ് ആയിട്ടുള്ളത്? B ഇൻറ്റു H ഇൻറ്റു DH ആണ് ബാക്കി റിമൈനിങ് ആയിട്ടുള്ളത്. ഇനി ഇതിൽ തന്നെ ഞാൻ ഈ ഇന്റഗ്രൽ B ഇൻറ്റു H ഇൻറ്റു DH എനിക്ക് എങ്ങനെ എഴുതാൻ നോക്കിയേ? B ഇൻറ്റു H ഇൻറ്റു DH എന്ന് പറയുന്നതിന് എനിക്ക് എങ്ങനെ എഴുതാം? H ഇൻറ്റു DH ഈസ് ഈക്വൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ്, ഞാൻ നേരത്തെ പറഞ്ഞു ഏരിയ DA ഈസ് ഈക്വൽ ടു എന്താന്ന് പറഞ്ഞു? B ഇൻറ്റു DH എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇവിടെ B ഇൻറ്റു DH ന് പറഞ്ഞ് എനിക്ക് എന്ത് കൊടുക്കാം? DA എന്ന് എനിക്ക് കൊടുത്തൂടെ? അപ്പൊ എക്സ്പ്രഷൻ എങ്ങനെയാവും? H ഇൻറ്റു DA എന്ന് എനിക്ക് കിട്ടി. ഇന്റഗ്രൽ H ഇൻറ്റു DA എന്ന് എനിക്ക് കിട്ടി. ഈ H ഇൻറ്റു DA എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ദ സർഫസ് ഏരിയ അബൌട്ട് എ ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ് അല്ലെ? ഇപ്പൊ ഇന്റഗ്രൽ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? മൊത്തം സർഫസ് ഏരിയ കിട്ടി. അപ്പൊ മൊത്തം സർഫസ് ഏരിയ ഇൻറ്റു ഈ H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് സർഫസ് ഏരിയ ആണ് അബൌട്ട് ഫ്രീ സർഫസ് ഓഫ് ദ ലിക്വിഡ്. വിത്ത് റെസ്പെക്ട് ടു ഈ ഡിസ്റ്റൻസ് നോക്കുമ്പോൾ ഞാൻ ഈ ഒരു ഒബ്ജക്റ്റിനെ ഈ ഒരു ഒബ്ജക്റ്റും ഇത് ഒബ്ജക്റ്റിന്റെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? H ആണ് എന്നുള്ള കാര്യം എനിക്കറിയാം അല്ലെ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ H ഇൻറ്റു അവിടുത്തെ സർഫസ് ഏരിയ എന്ന് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? മൊമെന്റ് ഓഫ് സർഫസ് ഏരിയ അല്ലേ കിട്ടുന്നത്? H ഇൻറ്റു അതായത് ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴേ ഈ DA എന്ന് പറയുന്നത് എന്തായി? ഏരിയ, ടോട്ടൽ ഏരിയ ഇന്റഗ്രേറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ മൊമെന്റ് ഓഫ് സർഫസ് ഏരിയ എന്ന് എനിക്ക് പറഞ്ഞു എന്ത് കിട്ടുന്നു? എക്സ്പ്രഷൻ കിട്ടുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് അത് എങ്ങനെ എഴുതാം? ഏരിയ ഓഫ് സർഫസ് ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ദ ഫ്രീ സർഫസ് എന്ന് എഴുതിക്കൂടെ? എഴുതാലോ. അതായത് മൊമെന്റ് ഓഫ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ സർഫസ്, അതായത് ഈ സർഫസിന്റെ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? എഴുതാനായിട്ട് പറ്റും. അപ്പോ അതായത് B ഇൻറ്റു H ഇൻറ്റു DH എന്ന് പറയുന്നത് അല്ലെ? B ഇൻറ്റു H ഇൻറ്റു DH എന്ന് പറയുന്നതാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? മൊമെന്റ് ഓഫ് സർഫസ് ഏരിയ അബൌട്ട് ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ് എന്ന് പറഞ്ഞത് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ B ഇൻറ്റു H ഇൻറ്റു DH എന്ന് പറയുന്നത് എനിക്ക് എങ്ങനെ എഴുതാമെന്ന് ഞാൻ പറഞ്ഞു? ഏരിയ ഓഫ് ദ സർഫസ്, അത് A എന്നായിരിക്കും അല്ലെ? ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് അല്ലെ? ആ സെന്റർ ഓഫ് ഗ്രാവിറ്റിയും ഈ ഫ്രീ സർഫസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? H ബാർ അല്ലെ? അപ്പൊ A ഇൻറ്റു H ബാർ എന്ന് എഴുതിക്കൂടെ? A ഇൻറ്റു H ബാർ എന്ന് എനിക്ക് എഴുതാം. സോ അങ്ങനെയാണെങ്കിൽ F ഈസ് ഈക്വൽ ടു, F ന്റെ എക്സ്പ്രഷൻ എഴുതുമ്പോൾ ഞാൻ നേരത്തെ F ന്റെ എക്സ്പ്രഷൻ ഞാൻ എഴുതിയത് ഇങ്ങനെയാണ്. F ഈസ് ഈക്വൽ ടു നേരത്തെ എനിക്ക് കിട്ടിയ എക്സ്പ്രഷൻ എങ്ങനെയായിരുന്നു? റോ G ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് B ഇൻറ്റു H DH എന്നല്ല എനിക്ക് കിട്ടിയ എക്സ്പ്രഷൻ.
റോ ജി ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ബി ഇൻറ്റു h ഇൻറ്റു ഡി എച്ച് എന്നാണ് എനിക്ക് കിട്ടിയത് അല്ലെ. ഇവിടെ ഈ ബി ഇൻറ്റു h ഇൻറ്റു ഡി എച്ച് എന്ന് പറയുന്നതിന് പകരം എനിക്ക് എന്ത് കിട്ടി? എ ഇൻറ്റു h ബാർ എന്ന് കിട്ടിയില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സ്പ്രഷൻ എഫ് ഈസ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാം? എഫ് ഈസ് ഈക്വൽ ടു റോ ജി ഇൻറ്റു എ ഇൻറ്റു h ബാർ എന്ന് എനിക്ക് എഴുതാം. അപ്പൊ നമ്മൾ ഓർമ്മിക്കുക, ടോട്ടൽ പ്രഷർ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് എഫ് ആണ്. അപ്പൊ എഫ് ഈസ് ഈക്വൽ ടു റോ ജി ഇൻറ്റു എ ഇൻറ്റു h ബാർ എന്ന് പറയുന്നതായിരിക്കും ടോട്ടൽ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ തന്നെ ഡെൻസിറ്റി വാട്ടർ നമുക്കറിയാം 1000 കിലോഗ്രാം ആണ്. ജിയുടെ വാല്യൂ എനിക്കറിയാം. ഓർമ്മിക്കുക, ഇത് ടോട്ടൽ പ്രഷർ എന്ന് പറയുമ്പോൾ യൂണിറ്റ് വരുന്നത് അവൾ പറഞ്ഞിട്ടുണ്ട്, അത് ഫോഴ്സ് ആണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ. ടോട്ടൽ പ്രഷർ ഓൺ ദി സർഫസ് എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. എന്തായിരുന്നു അത്? ഇറ്റ് ഈസ് എ ഫോഴ്സ് എക്സർട്ടഡ് ബൈ ദ സ്റ്റാറ്റിക് ഫ്ലൂയിഡ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ യൂണിറ്റ് എന്തായിരിക്കും? ന്യൂട്ടൺ ആണ് അവിടെയുള്ള യൂണിറ്റ് എന്ന് പറയുന്നത്. മറന്നു പോരുത്, മാറിപ്പോരുത്. ടോട്ടൽ പ്രഷർ കണ്ടുപിടിച്ചിട്ട് പാസ്കൽ എന്ന് എഴുതി വെക്കരുത്. ന്യൂട്ടൺ ആണ് എന്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്? ടോട്ടൽ പ്രഷറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്തിനി എന്താണ് സെന്റർ ഓഫ് പ്രഷർ എന്നുള്ള കാര്യമാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി സെന്റർ ഓഫ് പ്രഷർ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെന്റർ ഓഫ് പ്രഷർ ഈസ് ദ പോയിന്റ് വെയർ ദ ടോട്ടൽ സം ഓഫ് പ്രഷർ ഫീൽഡ് ആക്ട്സ് ഓൺ എ ബോഡി. അതായത് ഈ പറയുന്ന റിസൾട്ടന്റ് ഫോഴ്സ് അല്ലെങ്കിൽ ടോട്ടൽ സം ഓഫ് പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? അതാണ് സെന്റർ ഓഫ് പ്രഷർ. ഇതാണ് ആ ഒബ്ജക്റ്റിന്റെ സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ട് സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ താഴെ വന്നു എന്നുള്ള കാര്യം നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മൊമെന്റ്സ് യൂസ് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് പ്രിൻസിപ്പിൾസ് ഓഫ് മൊമെന്റ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് മെക്കാനിക്സിൽ. അപ്പൊ ദ സെന്റർ ഓഫ് പ്രഷർ ഈസ് ദ പോയിന്റ് where the total sum of pressure field acts on a body, causing a force to act through that point. Okay. ഇനി എങ്ങനെയാണ് നമുക്ക് സെന്റർ ഓഫ് ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കുക, സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. The resultant force F is acting at P. അതായത് ഇവിടെയുള്ള റിസൾട്ടന്റ് ഫോഴ്സ് നമ്മൾ നേരത്തെ പഠിച്ച ടോട്ടൽ പ്രഷർ ആക്ട് ചെയ്യുന്നത് എവിടെയായിരിക്കും? ഇവിടെ ആയിരിക്കും അത് ആക്ട് ചെയ്യുക അല്ലെ. അവിടെയാണ് ആ റിസൾട്ടന്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. At a distance h star from the free surface. ഇനി ഈ സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത് ഫ്രീ സർഫസിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് മാറിയായിരിക്കും? h സ്റ്റാർ ഡിസ്റ്റൻസ് മാറിയാണ് ആ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യം ഓർമ്മിക്കുക. സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്ന പോയിന്റ് എവിടെ? ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്ന എവിടെയായിരിക്കും? പിയിലായിരിക്കും ആക്ട് ചെയ്യുക. ഇനി ആ പി എന്ന് പറയുന്ന പോയിന്റ് നമ്മുടെ ഫ്രീ സർഫസ് കൺസിഡർ ചെയ്യുമ്പോൾ ഫ്രീ സർഫസിൽ നിന്നും h സ്റ്റാർ ഡിസ്റ്റൻസ് മാറിയായിരിക്കും എന്നുള്ള കാര്യവും കൂടെ എന്ത് ചെയ്യുക? ഓർമ്മിക്കുക. Hence the moment of force F about the free surface of liquid. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ moment of force നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഡിസ്റ്റൻസ് ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നത് പിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F ആണ്. അപ്പൊ moment of force എന്ന് വെച്ചാൽ F ഇൻറ്റു എന്ത് ചെയ്താൽ മതി? h സ്റ്റാർ ചെയ്താൽ പോരെ. F ഇൻറ്റു h സ്റ്റാർ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? അവിടെയുള്ള moment of force എനിക്ക് കിട്ടും. ഇനി moment of force DF acting on the strip എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാം? വിത്ത് റെസ്പെക്ട് ടു ഫ്രീ സർഫസ് ആണെങ്കിൽ മൊമെന്റ് ഓഫ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഈ സ്ട്രിപ്പിൽ ആക്ട് ചെയ്യുന്ന മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയായിരിക്കും? എലമെന്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് DF ആയിരിക്കും അവിടെ ആക്ട് ചെയ്യുക അല്ലെ. അപ്പൊ DF ഇൻറ്റു ആ ഡിസ്റ്റൻസ് എത്രയാ? ഇവിടെ ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? h ആണ് ഡിസ്റ്റൻസ്. അപ്പൊ DF ഇൻറ്റു എന്തായിരിക്കും? h ആയിരിക്കും. അപ്പൊ മൊമെന്റ് ഓഫ് ഫോഴ്സ് DF ആക്ടിങ് ഓൺ എ strip, moment of force DF acting on a strip about the free surface of liquid എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? DF into H ആയിരിക്കും. ഇനി ഈ DF ന്റെ എക്സ്പ്രഷൻ എനിക്ക് എങ്ങനെ എഴുതാന്നുള്ള കാര്യം അറിയാലോ. DF is equal to എനിക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? DF is equal to തൊട്ട് മുമ്പ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലെ. റോ ഇൻറ്റു G ഇൻറ്റു H ഇൻറ്റു B ഇൻറ്റു DH ഇൻറ്റു H എന്ന് എനിക്ക് എഴുതിക്കൂടെ? റോ ഇൻറ്റു G ഇൻറ്റു h into b into dh into h എന്ന് എനിക്ക് എന്ത് ചെയ്യാം? എഴുതാം. അപ്പൊ sum of moment of all forces about free surface of liquid എന്ന് പറഞ്ഞാൽ എന്താ? എന്ത് ചെയ്താൽ മതി? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ പോരെ. sum of moments of all force. അപ്പൊ അവിടെ ആക്ട് ചെയ്യുന്നത് ഇപ്പൊ എലമെന്റൽ സ്ട്രിപ്പിലുള്ളതാണല്ലോ എനിക്ക് ഇവിടെ കിട്ടിയേ. എലമെന്റൽ സ്ട്രിപ്പിലുള്ള ഫോഴ്സ് ആണ് എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അല്ലെ. എലമെന്റൽ ഫോഴ്സിലുള്ള മൊമെന്റ് ആണ് കിട്ടിയത്. അപ്പൊ സം ഓഫ് മൊമെന്റ്സ് എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? അതിനെ ഈ കിട്ടിയ മൊമെന്റ് എന്ന് പറയുന്നത് ഈ ഒരു എലമെന്റൽ സ്ട്രിപ്പിന്റെ മാത്രമാണ്. ഈ ഒരു എലമെന്റൽ സ്ട്രിപ്പിന്റെ മാത്രമാണ് എനിക്ക് ഈ കിട്ടിയ മൊമെന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ മാത്രമാണ്. അപ്പൊ ഇത് മൊത്തം കിട്ടാനായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഇന്റഗ്രൽ റോ ജി h ഇൻറ്റു ബി ഇൻറ്റു ഡി എച്ച് ഇൻറ്റു h ചെയ്താൽ മതി. അതായത് ഈ കിട്ടിയ വാല്യൂ ഞാൻ എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഈ കിട്ടിയ വാല്യൂ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? സം ഓഫ് മൊമെന്റ്സ് ഓഫ് ഓൾ ഫോഴ്സസ് അബൌട്ട് ദ ഫ്രീ സർഫസ് കിട്ടും. അപ്പൊ ഇവിടെ എന്ത് കിട്ടി? ആദ്യം ഞാൻ എന്ത് ചെയ്തു? ഈ എലമെന്റൽ ഫോഴ്സ് കാരണമുള്ള മൊമെന്റ് അവിടെ കണ്ടുപിടിച്ചു. ഇനി സം ഓഫ് മൊമെന്റ്സ് ഓഫ് ഓൾ ഫോഴ്സസ്, എല്ലാ ഫോഴ്സിനെ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ കിട്ടിയ മൊമെന്റിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി.
അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? തൊട്ട് മുമ്പ് എഴുതിയ എക്സ്പ്രഷനിൽ നമ്മൾ എന്ത് ചെയ്യാണ്? റോ ജി നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു. ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ? ബി ഇൻറ്റു എച്ച് ഇൻറ്റു ഡി എച്ച് എന്നുള്ള എക്സ്പ്രഷൻ എഴുതുകയാണ്. അപ്പൊ ഇനി എനിക്കത് ആ എക്സ്പ്രഷൻ എനിക്ക് എങ്ങനെ എഴുതാം? വിച്ച് ഇസ് ഈക്വൽ ടു ഞാൻ എങ്ങനെ എഴുതുകയാണ്? റോ ജി ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ഈ ബി ഇൻറ്റു എച്ച് ഉണ്ട്, രണ്ട് എച്ച് ഉണ്ടല്ലോ, അപ്പൊ ബി ഇൻറ്റു എച്ച് സ്ക്വയർ ആയി. ബി ഇൻറ്റു എച്ച് സ്ക്വയർ ഇൻറ്റു എങ്ങനെ എഴുതാം? ഡി എച്ച് എന്ന് എഴുതി കൂടെ? ബി ഇൻറ്റു എച്ച് സ്ക്വയർ ഇൻറ്റു ഡി എച്ച് എന്നുള്ള കാര്യം എനിക്ക് എന്ത് ചെയ്യാം? അവിടെ എഴുതാം. ഞാനത് എഴുതി. ഇനി ഓർമ്മിക്കുക, ബി ഇൻറ്റു ഡി എച്ച് എന്ന് പറയുന്നത് എന്തായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ബി ഇൻറ്റു ഡി എച്ച് എന്ന് പറയുന്നത് എന്താണ്? ഡി എ ആണ്. ആ എലമെന്റൽ സ്ട്രിപ്പിന്റെ ഏരിയ ആണ് എന്നുള്ള കാര്യം നമുക്കറിയാലോ. അതായത് ഈ ബി ഇൻറ്റു ഈ ഡി എച്ച് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് അവിടെ എന്ത് കിട്ടും? അവിടെയുള്ള ഈ എലമെന്റൽ സ്ട്രിപ്പിന്റെ ഏരിയ കിട്ടും. അപ്പൊ എനിക്ക് ഇവിടെ ഈ എക്സ്പ്രഷനിലോട്ട് എനിക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. അപ്പൊ എനിക്ക് ആ എക്സ്പ്രഷൻ എങ്ങനെയാ കിട്ടുന്നത്? വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ റോ ജി ഇൻറ്റു റോ ജി കോമൺ ആയിട്ട് പുറത്തെടുക്കുക. ഓക്കെ, റോ ജി കോമൺ ആയിട്ട് പുറത്തെടുക്കുക. റോ ജി പുറത്തെടുത്ത് റോ ജി ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് എച്ച് സ്ക്വയർ ഇൻറ്റു ഡി എ എന്ന് എനിക്ക് എഴുതാമല്ലോ. എച്ച് സ്ക്വയർ ഇൻറ്റു ഡി എ എന്ന് എനിക്ക് എന്ത് ചെയ്യാം? എഴുതാം. എച്ച് സ്ക്വയർ ഇൻറ്റു ഡി എ എന്ന് എനിക്ക് എന്ത് ചെയ്യാം? എഴുതാം അല്ലെ? കാരണം എച്ച് സ്ക്വയർ അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ എന്താ ഉള്ളത്? ബി ഇൻറ്റു ഡി എച്ച് ആണ്. ബി ഇൻറ്റു ഡി എച്ച് എന്ന് വെച്ചാൽ ഡി എ ആണ്. ഇനി ആ ഇന്റഗ്രൽ എച്ച് സ്ക്വയർ ഇൻറ്റു ഡി എ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതി? ബി ഇൻറ്റു ഡി എച്ച് ഇൻറ്റു എച്ച് സ്ക്വയർ എന്നുള്ള കാര്യം ബി എച്ച് സ്ക്വയർ ഇൻറ്റു ഡി എച്ച് എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലെ? ഇന്റഗ്രൽ എച്ച് സ്ക്വയർ ഡി എ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ബി ഇൻറ്റു എച്ച് സ്ക്വയർ ഇൻറ്റു ഡി എച്ച് എന്നാണ് തിരിച്ചെഴുതിയെന്നുള്ളതേ ഉള്ളൂ. ഈ എക്സ്പ്രഷൻ ഇന്റഗ്രൽ എച്ച് സ്ക്വയർ ഇൻറ്റു ഡി എ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ ഈ ഡി എ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ? ബി എച്ച് സ്ക്വയർ ഇൻറ്റു ഡി എ എന്ന് എനിക്ക് എഴുതാം അല്ലെ? ബി എച്ച് സ്ക്വയർ ഇൻറ്റു ഡി എച്ച് എന്ന് എനിക്ക് എഴുതാം അല്ലെ? ഇനി ഈ ബി എച്ച് സ്ക്വയർ ഇൻറ്റു ഡി എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ബി എച്ച് സ്ക്വയർ ഡി എച്ച് എന്ന് വെച്ചാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ഫ്രീ സർഫസ് അബൌട്ട് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി സർഫസ്, അതായത് ഈ സർഫസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി സർഫസ് അബൌട്ട് ഫ്രീ സർഫസ് ഓഫ് ദ ലിക്വിഡ് ആണ് ബി എച്ച് സ്ക്വയർ ഇൻറ്റു ഡി എച്ച് എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്തായിരിക്കും? ഐ ഒ എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ സം ഓഫ് മൊമെന്റ്സ് അബൌട്ട് ഫ്രീ സർഫസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? റോ ജി ഇൻറ്റു ബി ഇൻറ്റു എച്ച് ഇൻറ്റു ഡി എച്ച് എന്നായിരുന്നു. എച്ച് ഡി എച്ച് എന്നായിരുന്നു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഞാൻ എങ്ങനെ എത്തി? റോ ജി ഇൻറ്റു എച്ച് സ്ക്വയർ ഇൻറ്റു ഡി എ എന്ന് എത്തി. അപ്പൊ എനിക്ക് ആ റോ ജി ഇന്റഗ്രൽ എച്ച് സ്ക്വയർ ഇൻറ്റു ഡി എക്ക് പോലെ എനിക്ക് എന്ത് കിട്ടി? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ സർഫസ് അബൌട്ട് ഫ്രീ സർഫസ് ഓഫ് ദ ലിക്വിഡ് ആണെന്ന് കിട്ടി. അത് ഞാൻ എന്തെന്ന് കൊടുത്തു? I0 എന്ന് കൊടുത്തു. അപ്പൊ എക്സ്പ്രഷൻ എങ്ങനെയാവും? റോ ജി ഇൻറ്റു I0. അപ്പൊ സം ഓഫ് ദ മൊമെന്റ്സ് അബൌട്ട് ദ ഫ്രീ സർഫസ് എന്ന് പറയുമ്പോൾ അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം എക്സ്പ്രഷൻ? എഫ് ഇൻറ്റു എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു റോ ജി ഇൻറ്റു I0 എന്ന് എനിക്ക് എഴുതി കൂടെ? ഇതിനകത്ത് എനിക്ക് എഫിന്റെ വാല്യൂ എനിക്ക് അറിയാലോ. റോ ജി ഇൻറ്റു എ ഇൻറ്റു എച്ച് ബാർ ആണ് എന്നുള്ള കാര്യം ഞാൻ എന്ത് ചെയ്തു? ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ റോ ജി ഇൻറ്റു എച്ച്, അതായത് എഫിന്റെ പ്ലേസിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? റോ ജി ഇൻറ്റു എച്ച് ബാർ കൊടുത്തു. ഇൻറ്റു എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ റോ ജി ഇൻറ്റു I0. അതിൽ നിന്ന് എനിക്ക് എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ എനിക്ക് എഴുതി കൂടെ? എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ എഴുതുമ്പോൾ എനിക്ക് എങ്ങനെ എക്സ്പ്രഷൻ കിട്ടും? എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു ഈ റോ ജി എന്ത് ചെയ്യുക? റോ ജി ഇൻറ്റു എച്ച് ബാർ നേരെ എന്ത് ചെയ്യുന്നത്? ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ് അല്ലെ? അപ്പൊ എക്സ്പ്രഷൻ എങ്ങനെയാവും? റോ ജി ഇൻറ്റു I0 ദ ഹോൾ ഡിവൈഡ് ബൈ റോ ജി എ ഇൻറ്റു എച്ച് ബാർ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ റോജിയും എന്തായി പോകും? ക്യാൻസൽ ആയി പോകൂലേ? അപ്പൊ അവിടെ എച്ച് സ്റ്റാറിന്റെ എക്സ്പ്രഷൻ എങ്ങനെ കിട്ടും? എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു I0 ഡിവൈഡ് ബൈ എ ഇൻറ്റു എച്ച് ബാർ എന്ന് കിട്ടൂലേ? ഇനി അക്കോർഡിംഗ് ടു ബൈ പാരലൽ ആക്സിസ് തിയറം I0 ഈസ് ഈക്വൽ ടു IG പ്ലസ് എ എച്ച് ബാർ സ്ക്വയർ ആണ് എന്നുള്ള കാര്യം അറിയാം. അങ്ങനെയാണെങ്കിൽ അവിടെ I0യുടെ പ്ലേസിൽ എന്ത് കൊടുക്കുക? I0 ഈ കിട്ടിയ എക്സ്പ്രഷനിൽ നിന്ന് എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ എനിക്ക് എങ്ങനെ കിട്ടി? I0 ഇൻറ്റു എ എച്ച് ബാർ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് I0 ഈസ് ഈക്വൽ എനിക്ക് എങ്ങനെ എഴുതാം? I0 is equal to H star into I0 is equal to H star into A H bar എന്ന് എനിക്ക് എഴുതി കൂടെ? A H bar എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, അപ്പൊ ഞാൻ അതവിടെ എഴുതി. H star into A H bar IG plus A H bar square. From that ഈ A H bar എന്ത് ചെയ്യാണ്? ഞാൻ ഇക്വേഷനിൽ ഇങ്ങോട്ടേക്ക് ഞാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എക്സ്പ്രഷൻ എങ്ങനെയാവും? IG plus A H bar square the whole divided by A H bar.
അപ്പൊ ഇത് എങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ എഴുതാം? IG divided by AH bar plus H bar. ക്ലിയർ അല്ലേ? ഇതിൽ ഇനി IG എന്താന്നുള്ളത് അറിയാലോ. IG എന്താ? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ഏരിയ അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സ്പ്രഷൻ കിട്ടി. H star is equal to IG divided by AH bar plus H bar എന്നുള്ള കാര്യം എനിക്ക് എന്ത് കിട്ടി? അവിടെ കിട്ടി. അതായത് സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത് എവിടെയാണ് എന്നുള്ള കാര്യം കിട്ടി. H star ആണെന്നുള്ള കാര്യം കിട്ടി. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ, അതായത് ഈ ഇക്വേഷൻ മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്രഷൻ നമ്മൾ എങ്ങനെ എഴുതിയെന്ന് ആലോചിച്ച് നോക്കിയേ. H star is equal to IG divided by AH bar plus H bar എന്നാണ്. അപ്പൊ H bar എന്ന് പറയുന്നത് സെന്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആണ് H bar എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത് അപ്പൊ H ബാറിനേക്കാൾ ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി കൂടുതലാണ് എന്തെന്ന് പറയുക? H star എന്ന് പറയുന്നത് H ബാറിനേക്കാൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാണ്, അല്ലെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും H star പ്ലസ് എന്ന് പറയുമ്പോൾ, അല്ലെ? എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്, അതായത് ഇതാണ് സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത് H star എന്ന് പറയുന്നത് ലൈസ് ബിലോ ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ വെർട്ടിക്കൽ സർഫസ്. എവിടെയായിരിക്കും അത്? സെന്റർ ഓഫ് ഗ്രാവിറ്റിക്ക് താഴെയായിരിക്കും. മാത്രമല്ല സെന്റർ ഓഫ് പ്രഷറിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് IG plus AH bar plus H bar എന്നല്ലേ? That means the distance of center of pressure from free surface of liquid is independent of density. Density എന്ത് ചെയ്യുന്നുണ്ടോ? ഡിപെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇവിടെ ഡെൻസിറ്റി എന്ത് ചെയ്യുന്നില്ല? ഡിപെൻഡ് ചെയ്യുന്നില്ല. ഈ രണ്ട് കാര്യങ്ങളും കൂടെ ഓർമ്മിച്ച് വെച്ചേക്കുക. നമുക്കിനി ഈ പറഞ്ഞ സെന്റർ ഓഫ് പ്രഷറും അതുപോലെ തന്നെ ടോട്ടൽ പ്രഷറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്തു നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയയാണ്.